വീണ്ടും ഇന്ത്യൻ വ്യോമസേന തകർക്കുന്നു. സൂപ്പർസോണിക് ബൂമിന്റെ കരുത്തുമായാണ് ഇത്തവണ ഇന്ത്യൻ വ്യോമസേന മിന്നിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൂപ്പർസോണിക് ബൂം വരികയാണ്. പാകിസ്ഥാൻ ഇനി പേടിച്ചു മാറും. പാകിസ്ഥാനെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൂപ്പർസോണിക് ബൂം. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ ശക്തി പ്രകടനം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പഞ്ചാബ് ജമ്മു അതിർത്തികളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തിയത്. സൂപ്പർസോണിക് വേഗതയോടുകൂടിയ മുൻനിര യുദ്ധവിമാനങ്ങളായിരുന്നു അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. പാകിസ്ഥാൻ അതിർത്തിയിൽ വൻ സൈനിക വിന്യാസം നടത്തുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കാനുമായിട്ടാണ് ഇന്ത്യൻ വ്യോമസേന ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാക് അധീന കശ്മീരിൽ 10 കിലോമീറ്റർ ഭാഗത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പറക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ ഇന്ത്യൻ വ്യോമസേന സംഭവം വിശദമായി നിരീക്ഷിക്കുകയും പ്രതിരോധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സൂപ്പർസോണിക് ബൂമുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വലിയ മുന്നറിയിപ്പ് നൽകാനായി തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന ശക്തി പ്രകടനം നടത്തിയതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന ദൗത്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൂപ്പർസോണിക് ബൂം. സൂപ്പർസോണിക് വേഗമുള്ള മുൻനിര പോർ വിമാനങ്ങളാണ് അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നടന്ന വ്യോമശക്തി പ്രകടനങ്ങളിൽ പങ്കാളിയായത്. പാക് വ്യോമസേനയുടെ മുന്നൊരുക്കങ്ങൾക്കുള്ള വലിയ മുന്നറിയിപ്പായാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി പ്രകടനം. പാക് അധീന കശ്മീരിൽ 10 കിലോമീറ്റർ പരിധിയിൽ പാകിസ്ഥാന്റെ 2 പോർ വിമാനങ്ങൾ സോണിക് ബൂം സൃഷ്ടിച്ച് നിരീക്ഷണ പറക്കൽ നടത്തിയത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാക് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ റഡാറുകളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ത്യ പ്രതിരോധിക്കാൻ ശക്തമായ നടപടിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.